ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. അതിനുവേണ്ടി ഞാൻ ക്യാപ്സിക്കം നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, ഒരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ഒരു സവാള കനം കുറച്ചരിഞ്ഞത്, കുറച്ച് ക്യാബേജ്, ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ആദ്യമേ മുട്ട നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുന്ന സമയത്ത് 2 മുട്ട ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് കുക്കായി വരുന്നതനുസരിച്ച്. ഒത്തിരി അങ്ങ് നമ്മൾ പൊടിഞ്ഞു പോകാതെ നോക്കണം. അപ്പം ലോ ഫ്ലെയിമിലിട്ട് വെന്ത് വരുന്നതനുസരിച്ച് ഒന്ന് ചിക്കി കൊടുത്താൽ മതി. വലിയ പീസുകളായിട്ട് വേണം ഇത് എടുക്കാൻ. അങ്ങനെ ഞാൻ മുട്ട 2 ചിക്കി എടുക്കുന്നുണ്ട്. ഒരല്പം കുരുമുളക് പൊടിയും മുട്ടയ്ക്ക് ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയെല്ലാം ഒന്ന് ചിക്കി കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് ചേർത്തൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റി വെക്കണം. മുട്ടയൊക്കെ ആയി വന്നിട്ട് അത് കോരി വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതേ പാനിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും അല്പം വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികൾ കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റണം. ഇത് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇത് നമ്മൾക്കൊന്ന് പച്ച ഒന്ന് മാറി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇതും ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഇതിനാവശ്യമായ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴലാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. കുരുമുളക് പൊടിയിട്ട് ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റി ഒന്ന് പച്ചക്കുത്തൊന്ന് മാറി കിട്ടിയാൽ മതി. അത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കിയെടുക്കണം. ഇതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സും ബാക്കി നമ്മൾ ബിരിയാണി അരി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും ചേർത്ത് അരമണിക്കൂർ സോക്ക് ചെയ്ത ഒരു 3/4 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരമണിക്കൂർ സോക്ക് ചെയ്ത് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് ടിഫിൻ ബോക്സായിട്ടൊക്കെ രാവിലെയൊക്കെ കൊടുത്തു വിടാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. റൈസൊക്കെ വൈകിട്ടേ ഒന്ന് വേവിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കുട്ടികൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ വേവിച്ച് വെച്ച റൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം സോയാ സോസ് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, തയ്യാറാക്കാനും എളുപ്പമാണ്. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി അമർത്തണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.